ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി ഗ്രൂപ്പ് 153 സന്ദേശം. ഒരു ദിവസം ഞാൻ 2 വഴികൾ ദർശിച്ചു. ഒന്ന് വീതി കൂടിയതും മണലും പൂക്കളും വിരിച്ചതും, സന്തോഷവും സംഗീതവും എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും നിറഞ്ഞതുമായ വഴി. സ്വയം ആനന്ദിച്ചും നൃത്തം വെച്ചും ജനങ്ങൾ അതിലൂടെ സഞ്ചരിച്ചു. അവർ അറിയാതെ തന്നെ അതിൻ്റെ അവസാനത്തിലെത്തി. ആ വഴിയുടെ അവസാനത്തിൽ വലിയ ഒരു ഗർത്തമുണ്ടായിരുന്നു. അത് നരകത്തിൻ്റെ ഗർത്തമായിരുന്നു. അന്ധമായി നടന്ന് ആത്മാവതിൽ പതിച്ചു. എണ്ണാൻ പറ്റാത്ത വിധം അവരുടെ സംഖ്യ വലുതായിരുന്നു. ഡയറിക്കുറിപ്പ് 153. പ്രിയമുള്ളവരെ, വിശുദ്ധ അമ്മ ത്രേസ്യ തൻ്റെ നൊവീസസിന് നൽകുന്ന നിർദ്ദേശത്തിൽ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിൽ നമ്മൾ മറക്കാതെ ഓർമ്മിക്കേണ്ട ഏതാനും യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ് സ്വർഗവും നരകവും മരണവും. ഈ 3 കാര്യങ്ങൾ വേണ്ട രീതിയിൽ ധ്യാനിച്ചാൽ ഒരു വ്യക്തിക്ക് നശിക്കാതിരിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള പ്രചോദനം അവർക്ക് ലഭിക്കും. നരകവും സ്വർഗവും മരണവും. മരണമുണ്ടെന്നുള്ളത് സുനിശ്ചിതമാണ്. മരണശേഷം നമുക്ക് ഒരു വിധിയുണ്ട്. ആ വിധിയിൽ സ്വർഗമോ നരകമോ നമുക്ക് ഉണ്ട്. സ്വർഗത്തിലേക്ക് ഉടനെ പോകാൻ സാധിക്കാത്ത ഒരു ശുദ്ധീകരണ സ്ഥലത്തിലാണെങ്കിലും നരകത്തിൻ്റെ അതേ സഹനങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ്. എന്നാൽ അതിനൊരു അന്ത്യമുണ്ടെന്ന് മാത്രം. എന്നാൽ അന്ത്യമില്ലാത്ത സഹനമായ നരകം ചില വ്യക്തികൾക്ക് അവരുടെ പ്രവൃത്തികൾ മൂലം ലഭിക്കുന്ന കാര്യമാണ്. ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു വലിയ ദുരന്തത്തെക്കുറിച്ച് ചിന്തിക്കാതെ കടന്നു പോകുന്നവർ ഈ ലോകവും അതിൻ്റെ സമസ്ത ഐശ്വര്യവും പിശാച് അവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് പൈശാചികമായ ആരാധനയിലൂടെയും ജീവിതശൈലിയുടെയും ആഘോഷങ്ങളിലൂടെയും കടന്നു പോകുന്ന അനേകരെ ഒടുവിൽ എത്തിച്ചേരുക നിത്യ നരകത്തിലേക്കാണ്. ദൈവം നമുക്ക് മുമ്പിൽ പലപ്പോഴായും പലരിലൂടെയും ഓർമ്മപ്പെടുത്തിയ ഈ യാഥാർത്ഥ്യം മറക്കുക എന്നത് തന്നെ ഏറ്റവും വലിയ നാശത്തിൻ്റെ അടയാളം തന്നെയാണ്. നമുക്ക് ദൈവം നൽകുന്ന കണ്ടിട്ടോ അത് കേട്ടിട്ടോ ഇല്ലാത്ത അനശ്വരമായ സ്വർഗീയ ആനന്ദത്തിൻ്റെ നിത്യജീവിതത്തിൻ്റെ വലിയ ദാനം, വലിയ അവകാശം സ്വന്തമാക്കാനായിട്ട് ജാഗ്രതയോടെ മുന്നോട്ട് പോകാം. അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.